അതിദാരുണമായ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഡൽഹിയിൽ വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം. 6 നവജാത ശിശുക്കൾ മരിച്ചു. രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. രാകേഷ്, അതിദാരുണമായ സംഭവം, പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. എങ്ങനെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്? ഭവ്യ, രാജ്കോട്ട് ദുരന്തത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഡൽഹിയിലും ദുരന്തമുണ്ടായിരിക്കുന്നത്. ഏറെ സങ്കടകരമായ വാർത്ത ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. 6 കുട്ടികൾ മരിച്ചു. ഇന്നലെ രാത്രിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. രാത്രി 11:30 ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. താരതമ്യേന ചെറിയ ആശുപത്രിയാണ്. കാരണം 3 നില കെട്ടിടങ്ങൾ മാത്രമാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഈ കെട്ടിടം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് നിലവിൽ ഉള്ളത്. കാരണം 12 കുട്ടികളാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഈ 12 പേരെ രക്ഷിച്ചെങ്കിലും 6 കുട്ടികൾ മരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. 6 കുട്ടികൾ ഇപ്പോൾ മറ്റ് 6 കുട്ടികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി വെന്റിലേറ്ററിലാണ്. അതീവ ഗുരുതരമായി തന്നെ ആരോഗ്യനില തുടരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിൽ മാത്രമല്ല, സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഈ തീ പടർന്ന സാഹചര്യമുണ്ടായി. എന്താണ് തീ പടരാൻ കാരണമെന്ന് വിവരം ലഭ്യമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്ന കാര്യമൊക്കെ പരിശോധിച്ച് വരികയാണ്. മാത്രവുമല്ല, ഈ ആശുപത്രി ഏതാണ്ട് പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. പുറമെ വാഹനങ്ങൾക്കും തീപിടിച്ചിട്ടുണ്ട്. അത്രമേൽ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഏതായാലും ഉണ്ടായിരിക്കുന്നത്. രാജ്കോട്ടിൽ ഇന്നലെയാണ് സമാനമായ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. ഒരു ഗെയിമിംഗ് സെൻറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. അവിടെ ഉണ്ടായ ദുരന്തത്തിൽ 27 പേരാണ് മരിച്ചത്. അതിൽ 9 കുട്ടികളാണ്. കാരണം ശനിയാഴ്ച അവധി ദിവസമാണ്. കൂടുതൽ കുട്ടികൾ അവിടെ എത്തിയിരുന്നു. ഏതാണ്ട് ഈ അപകടം നടക്കുമ്പോൾ 80 പേരോ മറ്റോ അവിടെ ഉണ്ടായിരുന്നു. അതൊരു താൽക്കാലിക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഏതാണ്ട് 2 തട്ടായി തിരിച്ചുകൊണ്ടാണ് ആ ഗെയിമിംഗ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നത്. ട്രാംപോളിന് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ നമ്മൾ സർക്കസിലൊക്കെ കാണുന്നത് പോലെ അങ്ങനെ ഒരു താൽക്കാലിക കെട്ടിടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ തീ ഉണ്ടായതിനോട് തുടർന്ന് അത് പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ കാരണമാവുകയും ചെയ്തു. മാത്രവുമല്ല, പ്ലൈവുഡ് അടക്കമുള്ള നിർമ്മാണ ഉപകരണങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതും ഇത്തരത്തിൻ്റെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അതിനൊക്കെ മറ്റു നടപടികളിലേക്ക്, DNA പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗെയിമിംഗ് സെൻട്രൽ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് പോലീസ് പറയുന്നു. അതിൻ്റെ ഓണറെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, സംഭവത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘത്തെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭവ്യ, ഇപ്പോൾ രാകേഷ്, സമാനമായ 2 സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടിലും കൂടുതലും ഇരകളായത് കുഞ്ഞുങ്ങളാണ്. ഡൽഹിയിലാണെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, രാജ്കോട്ടിലാണെങ്കിൽ കൂടുതലും കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ചും ഗെയിമിംഗ് സെന്റർ ആയതുകൊണ്ട്, അവധിക്കാലമായതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലെത്തിയ സാഹചര്യമായിരുന്നു. ഈ ഗുജറാത്തിലെ തീപിടുത്തത്തിന് എന്താണ് കാരണമെന്നതിലേക്ക് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയിലൂടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ രാകേഷ്? ഭവ്യ, അതാണ് സൂചിപ്പിച്ചത്. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. യാഷ് സോളങ്കി എന്ന് പറയുന്ന ആളെയാണ് ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ലൈസൻസ് ഇല്ലാതെയാണ് ഈ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം വലിയൊരു അപകടമാണ്, വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. 27 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇതിനോടൊന്ന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ അവിടെ ആ താൽക്കാലിക കെട്ടിടത്തിൻ്റെ ഒരു സാഹചര്യം ഒക്കെ തന്നെ അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു. അതിലൊന്ന്, അതൊരു താൽക്കാലിക കെട്ടിടമായിരുന്നു. മാത്രമല്ല, ഈ ഷീറ്റും ഒപ്പം തന്നെ ട്രാംപോളിനും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും തീ ആളിക്കത്താൻ ഇത് ഇടയാക്കും. പെട്ടെന്ന് തന്നെ തീ പിടിക്കാൻ ഇടയാക്കും. ഒപ്പം തന്നെ പ്ലൈവുഡ് അടക്കമുള്ള നിർമ്മാണ ഉപകരണങ്ങൾ, ഈ താൽക്കാലിക കെട്ടിടത്തിൻ്റെ തന്നെ നിർമ്മാണത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതും പെട്ടെന്ന് തീ ഇടയാക്കാൻ കാരണമാക്കി. മാത്രവുമല്ല, ഈ താൽക്കാലിക കെട്ടിടത്തേക്കുള്ള പ്രവേശന കവാടം വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഈ അപകടമുണ്ടായപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാനും ഏറെ ബുദ്ധിമുട്ടുണ്ടായി. അതാണ് ഇത്തരത്തിൽ മരണസംഖ്യ ഉയരാൻ കാരണമെന്നൊരു നിഗമനമാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ നൽകുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്.
തീർച്ചയായും ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രധാനമായും മന്ത്രി എം പി രാജേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പണം ആവശ്യപ്പെട്ട് എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നതെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെ ഇവിടെ പൊളിയുകയല്ലേ നടക്കുന്നത്? ഭവ്യ, ഈ വിവാദമായ ബാർ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ CPM-ന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് സെക്രട്ടേറിയറ്റിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. പക്ഷേ ഒരുപക്ഷെ മന്ത്രി അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചുവെക്കുകയോ ചെയ്ത തരത്തിൽ ആണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന വസ്തുത. അതായത് 21/5/2024 2:30 അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 2:30 ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേരാനിരുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്കും അതിന്റെ പാസ്വേഡും ID ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗമാണ് എന്ന് വ്യക്തമാക്കുന്ന സൂം ഡിസ്ക്രിപ്ഷനും ലിങ്കുമായിരുന്നു 21-ാം തീയതി ബാർ ഉടമകൾക്കടക്കം ലഭ്യമായത്. ഭവ്യ, ഡാൻ, അങ്ങനെയാണെങ്കിൽ മന്ത്രി MP രാജേഷ് അറിഞ്ഞിട്ടില്ല എന്ന് വേണമോ? ഇത്തരത്തിലൊരു യോഗം നടന്നതിന് MP രാജേഷ് അറിഞ്ഞില്ല, അതല്ലെങ്കിൽ അദ്ദേഹം അത് മനഃപൂർവ്വം മറച്ചുവെച്ചു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? എന്ത് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ? ഭവ്യ, ഇത് ഇപ്പോൾ ഭവ്യ തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ എന്തോ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എക്സൈസ് മന്ത്രി അറിയാതെയാണ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതല്ല എങ്കിൽ മന്ത്രി MP രാജേഷ് കൃത്യമായ ധാരണയോടുകൂടി തന്നെ അക്കാര്യം മറച്ചുവെച്ചതായിരിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞത് സംഭവിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതായത് MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ധാരണ ലഭിക്കാതെയാണ് അന്ന് അത്തരമൊരു പ്രതികരണം നടത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും കൃത്യമായി ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ തന്നെ 21-ാം തീയതി 2:30 ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിലൊരു സൂം മീറ്റിംഗ് വിളിച്ചത് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഭവ്യ, ഡാൻ, പ്രതിപക്ഷം വലിയ ആയുധമാക്കിയാണ് ഈ ബാർ കോഴ 2.0 എടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഇത്തരത്തിൽ മദ്യനയമ ചർച്ച ചെയ്യാൻ വേണ്ടി പുതിയ യോഗം വിളിച്ചു എന്നുള്ള ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത അത് പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമാവില്ലേ ഡാൻ? സ്വാഭാവികമായി അതുതന്നെ സംഭവിക്കാനാണ് സാധ്യത. ഇന്നലെ വൈകുന്നേരം ഈ ശബ്ദരേഖയിൽ പരാമർശിക്കപ്പെട്ടിരുന്ന സുനി, അദ്ദേഹം ബാർ അസോസിയേഷന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം കൃത്യമായ, അതായത് വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പണം പിരിക്കുന്നത്, അത്തരത്തിൽ അതിനുവേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സന്ദേശം അയച്ചത്. അതിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഈ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. അത് സർക്കാരിന് താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമായി മാറുകയും ചെയ്തിരുന്നു. കാരണം ആദ്യ ബാർക്കോഴ ആരോപണത്തിൽ അന്ന് ആരോപണം ഉന്നയിച്ച ബിജു രമേശ് പരസ്യ പ്രതികരണങ്ങളോടെ തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെയും എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബുവിനെയും ധനകാര്യമന്ത്രിയായിരുന്ന KM മാണിയും ഒക്കെ വെട്ടിലാക്കിയത്. പക്ഷേ ഇത്തവണ അതല്ല സംഭവിച്ചത്. അത് ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ അത് പുറത്തു വരുന്നു. പക്ഷേ പരസ്യമായി അത്തരം ഒരു പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ ഒരു ബാർ ഉടമകളും അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷൻ ഭാരവാഹികൾ ആരും തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായുമില്ല. പക്ഷേ അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ ധാരണ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ UDF ഏകോപന സമിതിയിൽ അടക്കം ഉയർന്നതും നിയമസഭാ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി സർക്കാരിനെ സമീപിക്കാനുള്ള ഒരു നീക്കം യോഗത്തിൽ കൈക്കൊണ്ടതും. അതിന് തൊട്ടു പിന്നാലെയാണ് നിഷേധിച്ചുകൊണ്ട് ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സുനി തന്നെ അനിമോൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ പ്രതിപക്ഷത്തിന് വീണ്ടും ഒരു ആയുധം കിട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അത് കൃത്യമായി തന്നെ
ജൂൺ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ വ്യക്തമായി പരാമർശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ഈ വിവാദം ഉണ്ടായ ദിവസം തന്നെ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ്. സ്വാഭാവികമായി ഇത്തരമൊരു ഈ ചർച്ചകൾ കൂടി, അതായത് മദ്യനയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ ടൂറിസം മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ മലക്കം മറഞ്ഞ ആരോപണം ഉന്നയിച്ച അനി രംഗത്ത് വന്നത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലാണ് പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ കാസർകോട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പീഡിപ്പിച്ചത് പ്രതിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണിത്. പ്രതി കുടക് സ്വദേശി PS സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും. KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. പ്രധാനമായും പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടായിരിക്കും നാളെ ഹോസ്ദുർഗ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകുക. ഇയാളുടെ DNA പരിശോധന നടത്താനുണ്ട്, ഒപ്പം രക്തവും മുടിയും ശേഖരിക്കാനുണ്ട്. ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും പോലീസ് ഇയാളുടെ കസ്റ്റഡി അപേക്ഷ നൽകുക. ഇന്നലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് ഈ പ്രതി. ഇതിനിടയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെയും സമാനമായ കേസിൽ പ്രതിയാണ്, അതായത് പോക്സോ കേസിൽ പ്രതിയാണ്. മാത്രമല്ല ഇയാൾ കവർച്ചാ കേസുകളിലും പ്രതിയാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഇയാൾ 2 വീടുകളിൽ കവർച്ച നടത്തിയിരുന്നു. ഇതിന് പുതുതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാൾ രാത്രി കാലങ്ങളിൽ തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഈ കുട്ടിയുടെ കമ്മൽ ഇയാൾ കൂത്തുപറമ്പുള്ള ഒരു ജ്വല്ലറിയിലാണ് വിൽപ്പന നടത്തിയത്. ആ ജ്വല്ലറിയിൽ ഇയാളെ എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു സാക്ഷി കൂടിയാണ് ഈ ജ്വല്ലറി ഉടമ. അതുപോലെ തന്നെ മറ്റ് ചില സാക്ഷികളെ കൂടി ഇത്തരത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രധാനമായി പ്രതിയെ കസ്റ്റഡിയിൽ പോലീസിന് കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായി ആണ് ഏതായാലും പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇയാൾ ധരിച്ച വസ്ത്രം ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ആ പരിശോധനയും കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉണ്ടാകും. എന്തായാലും ഈ മാസം 15-ാം തീയതിയാണ് ഇത്തരത്തിൽ പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. അതിനുശേഷം ഇയാൾ കണ്ണൂരിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ നിന്നും ബാംഗ്ലൂരുവിലും പിന്നീട് മഹാരാഷ്ട്രയിലും ഏറ്റവും ഒടുവിലായി ആന്ധ്രാപ്രദേശിലേക്കും എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെ നിന്നും ഉണ്ടായ 2 ഫോൺ കോളുകളാണ് ഈ കേസിൽ ഈ പ്രതിയെ പിടികൂടാൻ സഹായകമായത്. ഇയാളുടെ ബന്ധുവിനെ ഇയാൾ ഇത്തരത്തിൽ ഫോൺ വിളിക്കുകയും ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും തെളിവെടുപ്പിനിടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇയാൾക്കെതിരെ ഇന്നലെ ഉണ്ടായത്. ഏതായാലും പ്രധാനമായും ഈ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന എന്നത് പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മറ്റ് ഇടങ്ങളിൽ കൊണ്ടുപോയുള്ള തെളിവെടുപ്പുകളും ഈ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് മുറക്ക് പോലീസ് ഏതായാലും നടത്തും. ഇയാൾക്ക് മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും ചോദ്യം ചെയ്യലും ഉണ്ടാകും. അത്തരത്തിൽ ഈ കേസിൽ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് പഴുതുകൾ അടച്ച് അത്തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുക എന്നാണ് പോലീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനായാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ഇപ്പോൾ വാങ്ങാൻ അപേക്ഷയും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വളരെ വേഗം മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി എത്തണം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. പെരിയാറിന് പുറമെ കുണ്ടന്നൂരിലും കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. കായലിലും കൂട് കൃഷി നടത്തിയിരുന്ന ഇടങ്ങളിലുമാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. ഡാനിപോളിന്റെ റിപ്പോർട്ട് കാണാം. പെരിയാറിന് പിന്നാലെയാണ് പെരിയാറിലെ മത്സ്യക്കുരുതി, അതിലെ നടപടികൾ പുരോഗമിക്കുകയാണ്. നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് ചർച്ചകൾ പോകുന്നതിനിടെയാണ് ഇപ്പോൾ കുണ്ടന്നൂരിൽ മത്സ്യ കർഷകർക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ കുണ്ടന്നൂരിൽ ഇതുപോലെ കൂട് കൃഷി നടത്തുന്ന മത്സ്യ കർഷകരുടെ ഫാമുകളിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകുന്നു. സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് പെരിയാറിന് സംഭവിച്ചതുപോലെ തന്നെ അതിൽ വലിയ രീതിയിൽ കൂട് കൃഷി നടത്തിയിരുന്ന സംഘങ്ങളുണ്ട്, ചെറുപ്പക്കാർ
കൃഷിക്കാരുടേതായ സംഘങ്ങൾ ചേർന്ന് പലയിടങ്ങളിലായി ഇതുപോലെ തന്നെ കൂടുകൃഷി നടത്തുന്നതാണ്. മരട് നഗരസഭ തന്നെ ഇതിൽ വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. നഗരസഭയും അവരുടെ സഹകരണത്തോടുകൂടി സബ്സിഡിയോടുകൂടി നടത്തുന്ന കൂടുകൃഷി സംഘങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം വളർച്ചയെത്തിയ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങുന്നത്. കരിമീനും കാളാഞ്ചിയും തിലോപ്പിയയും ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ വലിയ രീതിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നത് കുറേയൊക്കെ മാറ്റിയിരുന്നു. ഇപ്പോഴും അത് തന്നെ തുടരുന്നൊരവസ്ഥയാണുള്ളത്. വലിയ ആശങ്കയിലാണ് കർഷകർ. ഇന്നലെ കുഫോസിൽ നിന്നുള്ള സംഘമടക്കം എന്താണ് ഇതിൽ സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല. പെരിയാറിന് സമാനമായ രീതിയിലുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞതായിട്ട് ഇന്നലെ പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിന് ശേഷം പറയുകയുണ്ടായി. പക്ഷേ ശാസ്ത്രീയമായി അത് കുറച്ചുകൂടി പഠനങ്ങൾ ഇതിൽ വരേണ്ടിയിരിക്കുന്നു. വലിയ ആശങ്കയിലാണ് കർഷകർ തുടർന്ന്. നമ്മൾ ഈ കുണ്ടന്നൂരിലെ ശരി, ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവയവക്കടത്ത് കേസിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ. കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് തമിഴ്നാട്ടിലെ അന്വേഷണം. കേസിൽ പിടിയിലായ സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, അങ്ങനെ ഈ ഒരു അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. തമിഴ്നാട്ടിലും കേരളത്തിന് പുറമെ കൂടുതൽ ഇരകൾ ഉണ്ട് എന്നതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുന്നത്? ഭവ്യ, അവയവക്കടത്ത് കേസിൽ സവിത നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം 20 പേരെയാണ് ഇയാൾ ഇതിലേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഒരു മലയാളി മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം ഇതര സംസ്ഥാനക്കാരാണെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയിരുന്നു. അതനുസരിച്ച് ഇരകളെ തേടിയുള്ള ഒരു അന്വേഷണത്തിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോലീസ് ഉള്ളത്. അതിൽ കിട്ടിയ വിവരങ്ങളനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും കൂടുതൽ പേര് ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്, ഇവർ കടത്തിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതിഥി തൊഴിലാളികളും ഇതിലുണ്ട്. ഇതിൽ അതിഥി തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുണ്ടായ പാലക്കാട് സ്വദേശിയും കുറിച്ചുള്ള അന്വേഷണങ്ങൾ അതിൽ എങ്ങും എത്താൻ നിലവിലത്തെ ഒരു അവസ്ഥയിൽ സാധിച്ചിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വിപുലമാകുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇതിൽ ഇരകളാക്കപ്പെട്ടവരുടെ വിലാസങ്ങളടക്കം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം വരുന്നു. എങ്കിൽ മാത്രം ഈ റാക്കറ്റിൻ്റെ ഒരു പ്രവർത്തനം സംബന്ധിച്ച് എന്താണ് എന്നത് സംബന്ധിച്ച് മുഴുവനായിട്ട് വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഒരാൾ കൂടി കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനകൾ കൂടിയുണ്ട്. അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഒരാൾ കൂടി കസ്റ്റഡിയിൽ ഇവരുടെ മൊഴി പ്രകാരം കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത സജിത് ശ്യാമിൻ്റെ മൊഴി പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. അതോടൊപ്പം ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ അടക്കം നൽകിയിരിക്കുന്ന പലരെക്കുറിച്ചും വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾ പോലും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് ഒപ്പം നിന്നു എന്നുള്ള പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. ഇതൊരു ചെറിയ റാക്കറ്റ് കാര്യങ്ങളോ അല്ല, വലിയ രീതിയിൽ തന്നെ പല ഇടപാടുകാരുണ്ടായിരുന്നു. പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏജന്റുമാർ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവർ കേരളത്തിൽ ഇവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഇവർ സബിത ഇറാൻ കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന കൊച്ചി സ്വദേശിയായ മധു ഇറാനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് സഹായങ്ങൾ നൽകിയിരുന്ന ഒരു സംഘം വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. ഇടപെടുകയാണ്. അവയവകടത്ത് കേസിൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ കൂടുതൽ ഇരകളെ കണ്ടെത്താനാണ് തമിഴ്നാട്ടിലെ അന്വേഷണം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ട്. റിമാൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കായിക വാർത്തകൾ നോക്കുമ്പോൾ IPL 2024 സീസണിന് ഇന്ന് കലാശക്കൂട്ട്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എതിരാളി സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. രാത്രി 7:30 മുതലാണ് മത്സരം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റിമാൽ ചുഴലിക്കാറ്റ് മത്സരത്തിന്റെ നടത്തിപ്പിൽ നിർണായക സ്വാധീനമാകുമെന്നാണ് റിപ്പോർട്ട്. ഈ സീസണിൽ 2 തവണയാണ് കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടിയത്. രണ്ടിലും ജയം കൊൽക്കത്തയ്ക്കൊപ്പം നിന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 റൺസിനും ക്വാളിഫയറിൽ 8 വിക്കറ്റിനുമാണ് കൊൽക്കത്തയുടെ വിജയം. പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനക്കാരായി കൊൽക്കത്ത പ്ലേ ഓഫിലെത്തിയപ്പോൾ 2ാം സ്ഥാനക്കാരായാണ് ഹൈദരാബാദിന്റെ പ്രവേശനം. വിസ്ഫോടന ശേഷിയുള്ള ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരയും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ബൌളിംഗ് നിരയുള്ള കൊൽക്കത്തയും തമ്മിലാണ് പോരാട്ടം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാഗ്നസ് കാൾസൺ, എയ്ഡൻ മാർക്രം. ഹൈദരാബാദ് ബാറ്റിംഗ് നിരയിലെ ആദ്യ 4 പേരുകൾ ഇങ്ങനെയാണ്. ഏത് ബൌളിംഗ് നിരയുടെയും നെഞ്ചിടിപ്പേറ്റുന്ന ബാറ്റിംഗ് നിര. മറുപടിക്കായി കൊൽക്കത്ത കാത്തുവയ്ക്കുന്നത് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വില പിടിച്ച താരമായ മിച്ചൽ സ്റ്റാർക്കിനെയാണ്.
ഇതിനു പുറമെ സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ചേരുമ്പോൾ ഹൈദരാബാദ് ഭയക്കണം. ചെന്നൈയിലെ വേഗം കുറഞ്ഞ പിച്ചിൽ കളിമികവ് മാത്രം മതിയാകില്ല. ബാറ്റിലേക്ക് പന്ത് വരാൻ മടിക്കുന്ന പിച്ചിൽ മനസാന്നിധ്യവും കാത്തിരിപ്പും ക്ഷമയുമെല്ലാം വിജയത്തിലേക്കുള്ള ഗതി നിർണ്ണയിക്കും. ചെപ്പോക്കിന് മുകളിൽ ഇന്ന് മഴമേഘങ്ങൾ സജീവമാകുമെന്ന റിപ്പോർട്ട് ആരാധകരുടെ നെഞ്ചിരിപ്പേറ്റുന്നുണ്ട്. ഫൈനലിന് വില്ലനായി മഴയെത്തിയാൽ മത്സരം റിസർവ് ഡേയിലേക്ക് നീളും. എന്നാൽ മഴയുടെ തടസ്സമില്ലാതെ മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 3ാം കിരീടം ലക്ഷ്യമിട്ട് കൊൽക്കത്തയും 2ാം കിരീടത്തിനായി ഹൈദരാബാദും ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. അവസാന ചിരി പാറ്റ് കമ്മിൻസിന്റേതോ ശ്രേയസ് അയ്യരുടേതോ? ഗാലറിയിൽ ആഘോഷപ്പുത്തിരി കത്തിക്കുന്നത് ഷാരൂഖ് ഖാനോ അതോ കാവ്യമാരനോ? കാത്തിരിക്കാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ടെൻസിൽ TG സജിത്ത്. UDF ഏകോപന